നമസ്കാരം. പോലീസിനെ വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി പോയത് ആ വനിതാ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്കായിരുന്നു. ആ വീട്ടിലെത്തിയതിനു ശേഷം അർജുൻ ആയങ്കി തന്റെ വെല്ലുവിളികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു സിസ്റ്റത്തെയും ഒരു നിയമത്തെയുമാണ് ഈ വെല്ലുവിളിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ വനിതാ അഡ്വക്കേറ്റ് അതിനൊക്കെ മൗനം നൽകി. ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു തരത്തിലും അവർ എതിർത്തിരുന്നില്ല. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വനിതയ്ക്കെതിരെ. പാതിരാത്രിയാണ് അർജുൻ ആയങ്കിയെ ഈ പറയുന്ന വനിതാ അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്നു വക്കീലമ്മ. അർജുൻ ആയങ്കി വീട്ടിൽ ഒളിച്ചതല്ലെന്നാണ് വക്കീലിന്റെ ന്യായീകരണം. 2 കിലോമീറ്റർ അകലെ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലത്ത് അർജുൻ ആയങ്കിയെ ഒളിപ്പിക്കാൻ താൻ മണ്ടിയല്ല എന്ന തരത്തിൽ ആത്മവിശ്വാസത്തിലാണ് പ്രതികരണങ്ങളൊക്കെ. ഫ്ളാറ്റിൽ CCTV ഉണ്ടെന്നും അത് പരിശോധിച്ചാൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം തനിക്കും അർജുൻ ആയങ്കിക്കും കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഒളിക്കൽ നടപടിയായിരുന്നില്ല അവിടെ ഉണ്ടായത്. മറിച്ച് നിരവധി കേസുകളിൽ അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള നിയമ നടപടികൾ, അതിന്റെ ഭാഗമായിട്ടുള്ള ചില പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയാണ് അർജുൻ പാതിരാത്രി ആ വീട്ടിലേക്ക്, ആ ഫ്ളാറ്റിലേക്ക് എത്തിയതെന്നൊക്കെയാണ് ഇപ്പോൾ അർജുന്റെ വക്കീൽ പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അർജുൻ ആയങ്കിയെയും ഈ പറയുന്ന വനിതാ അഡ്വക്കേറ്റിനെയും ഒക്കെ എതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്തായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. തലശ്ശേരി CJM കോടതിയിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കസ്റ്റഡിയിലുള്ള ഇയാളെ വെള്ളിയാഴ്ച രാവിലെ 11:30 സമയത്ത് 11:30 മുൻപായി തിരികെ കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. ഊന്നുകല്ല് CIയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ കൂടുതൽ ജാമ്യം ഇല്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. കസ്റ്റഡി അപേക്ഷ എതിർത്ത പ്രതിഭാഗം പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണിന്റെ കൃത്യമായ വിവരങ്ങളോ IMEI നമ്പറോ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തതായാണ് കസ്റ്റഡി അത്യാവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെയും തീരുമാനങ്ങളും നീക്കങ്ങളും. ഇയാൾക്കെതിരെ കാപ്പ ചുമത്താൻ ആലോചനയുണ്ടെങ്കിലും അതീവ നിയമപരമായ സങ്കീർണതകൾ കണക്കിലെടുത്ത് കൂടുതൽ കർശന വകുപ്പുകൾ ചുമത്തി ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് സൂചന. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ പിടികൂടുന്നത്. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇയാളെ തലശ്ശേരി സബ് ജയിലിലേക്കാണ് മാറ്റാൻ തീരുമാനിച്ചത്. എന്തായാലും ഏറെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഒന്നും തന്നെ ഒരു ഭയവുമില്ലാത്ത തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജസും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് ചില അന്തംഗമ്യങ്ങൾ മാറുന്നു എന്നുള്ള കാഴ്ചകളാണ് അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നടപടികളിലൂടെ വ്യക്തമാകുന്നത്. അവർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ പറയുന്നത്, അവകാശപ്പെടുന്നത് കള്ളക്കേസിൽ കുടുക്കി എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ഉത്തരവാദിത്തം. എന്നാൽ അത് മറികടന്നുകൊണ്ട് തന്നെ കുടുക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും പോലീസ് സംവിധാനങ്ങളെയും ഒക്കെ പച്ചയ്ക്ക് തെറി വിളിച്ചും വെല്ലുവിളിച്ചും സോഷ്യൽ മീഡിയയിൽ അതിക്രമങ്ങൾ കഴിച്ച് അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന സമൂഹത്തിനും വളർന്നു വരുന്ന കുട്ടികൾക്കും ഇതൊരു തെറ്റായ മെസ്സേജാണ്. ഇത്തരത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്നുള്ള തരത്തിലേക്ക് അവരെ ഇതിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയകളിൽ പല ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ഒക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കുട്ടികളുമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കമന്റുകളും രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് വരുന്ന തലമുറയ്ക്ക് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഇത്തരത്തിലുള്ള വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനും ഏത് സംവിധാനത്തെയും ഭീഷണിപ്പെടുത്താനുമുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയുടെ ഇത്തരം നടപടികൾ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇതിനെയൊക്കെ ന്യായീകരിച്ചു വരുന്ന ചില അന്തംകമ്മികൾ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് അർജുൻ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അടിയന്തര നടപടി എന്നോണം പാതിരാത്രി അർജുൻ ആയങ്കിയെ കുടുക്കിയത്. അർജുൻ ആയങ്കിയുമായി
നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, വാട്സപ്പ് കോളുകൾ, ഫേസ്ബുക്കിലെ ലൈക്കുകൾ, കമന്റുകൾ അടക്കം സകല ഡിജിറ്റൽ തെളിവുകളും പോലീസ് വിശദമായി പരിശോധിച്ച് വരുന്നതിനിടയിലാണ് അർജുൻ ആയങ്കിയെ അറസ്റ്റിലാകുന്നത്. കുപ്രസിദ്ധ കുറ്റവാളിയും കളുമായിട്ട് ബന്ധം പുലർത്തുന്നവർക്കും ഇയാളെ സോഷ്യൽ മീഡിയയിലൂടെ വീരനായി ചിത്രീകരിച്ച് പ്രോത്സാഹിക്കുന്നവർക്കും ശക്തമായ മുന്നറിയിപ്പ് കൂടെ നൽകിക്കൊണ്ടാണ് പോലീസിന്റെ നടപടി. പത്തനംതിട്ട ജില്ലയിൽ മുല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കി താവളം അടിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻപ് പ്രദേശത്ത് പോലീസ് വൻ പരിശോധനകൾ നടത്തിയത്. മുല്ലപ്പള്ളി കാട്ടാമലയിൽ മണിക്കൂറുകളോളമാണ് പോലീസ് പരിശോധനകൾ നടത്തിയത്. ഇതിനുശേഷം ശനിയാഴ്ച രാത്രി പരിശോധന നടത്തി മടങ്ങിയ പോലീസ് അർദ്ധരാത്രിയോടെ വീണ്ടും എത്തി ഞായറാഴ്ച പുലർച്ചെ വരെ വിപുലമായിട്ടുള്ള പരിശോധനകൾ തുടരുകയായിരുന്നു. എന്നാൽ മല്ലപ്പള്ളി കാട്ടാമലയിൽ മാത്രം ഇത്രയധികം സമയം പോലീസ് പരിശോധന നടത്താനുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴെന്താണ് എന്നുള്ള ദുരൂഹതകളും തുടരുന്നുണ്ട്. പ്രദേശത്ത് പോലീസ് അനാവശ്യമായ ആളുകളെ ഉപദ്രവിച്ചു എന്നാരോപിച്ച് പ്രാദേശിക CPM നേതാവ് രംഗത്ത് വന്ന സംഭവത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് സാധാരണ പരിശോധന മാത്രമാണ് നടന്നതെന്നാണ് ഈ വിഷയത്തിൽ നിലവിൽ പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകിയത്. അതേസമയം കണ്ണൂരിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് അതിനാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ ഒളിവിൽ കഴിയുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പരസ്യമായി വെല്ലുവിളിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിയമ സംവിധാനത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റുകളും പങ്കുവെച്ചതോടെ ഇയാൾ പോലീസിന്റെ റഡാറിലായി. ആഭ്യന്തര വകുപ്പിനും പോലീസിനും വലിയ തലവേദനയായി മാറിയതോടെയാണ് ആയങ്കിക്കെതിരെ പോലീസ് വലം മുറുക്കിയത്. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾക്ക് സഹായം നൽകിയവരെയും ഇയാളുടെ ലഹരി സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളെയും കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുകയായിരുന്നു. കണ്ണൂരിൽ വെച്ച് അറസ്റ്റിലായതിനു പിന്നാലെ അർജുൻ ആയങ്കിയുടെ മുൻകാല ഡിജിറ്റൽ ഇടപാടുകളും ഫോൺ കോളുകളും പോലീസ് വിശദമായി അരിച്ചുപെറുക്കിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിലാണ് പത്തനംതിട്ടയിൽ നിന്നടക്കം നിരവധി യുവാക്കൾ ഇയാളുമായി നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും സമ്പർക്കം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയത്. അർജുൻ ആയങ്കിയുടെ റീലുകളിലും പോസ്റ്റുകളിലും ലൈക്ക് അടിച്ചതിനും കമന്റ് ഇട്ടതിനും പോലീസ് വിളിച്ചു വരുത്തുമോ എന്ന ഭയത്തിലാണ് നിലവിൽ ചില ആളുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ സോഷ്യൽ മീഡിയയിൽ ഉപഭോക്താക്കൾ പ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് വഴിവെക്കുമെന്ന് പോലീസും വ്യക്തമാക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അർജുൻ ആയങ്കിയുമായി ഇത്തരത്തിൽ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്നാണ് പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ. ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സാമ്പത്തികമോ മറ്റു രീതികളിലോ സഹായങ്ങൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയാൽ കടുത്ത നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്നും പോലീസ് സൂചന നൽകുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെയും ഇയാളുടെ സോഷ്യൽ മീഡിയ സാമ്രാജ്യത്തെയും കൂട്ടാൻ പോലീസ് വലവിരിച്ചതോടെ അങ്കലാപ്പിലായിരിക്കുകയാണ് ചുരുക്കത്തിൽ ഫാൻസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അർജുൻ ആയങ്കിയുമായി ഫോണിലൂടെയും അല്ലാതെയും അടുത്ത സൗഹൃദം പുലർത്തിയിട്ടുള്ള 30ഓളം പേരെ പത്തനംതിട്ടയിൽ മാത്രം പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനു പുറമെ ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈക്ക് അടിച്ചവരും ആവേശം മൂത്ത് കമന്റ് ഇട്ടവരും അടക്കം പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന. ഇത്തരത്തിൽ വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു കമന്റ് കൂടെ ഉണ്ട്. അതായത് കൊള്ളാമെണ്ണ, ധൈര്യമായി മുന്നോട്ട് പോകൂ, ഞങ്ങളൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട കമന്റ്. അത്തരത്തിൽ കമന്റ് ഇട്ട ആളുകളെ അടക്കം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് ഇത്തരത്തിൽ ഒരാളെ ഭീഷണിപ്പെടുത്തുക, ഒരു സംവിധാനത്തെ ഭീഷണിപ്പെടുത്തുക, വെല്ലുവിളിക്കുക, പരിഹസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കി അതിനെതിരെ ഒരു തരത്തിലുള്ള അഴവുമുണ്ടാകാതെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ള തരത്തിലാണ് നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ.